ഇത് കേരള മോഡലിനെ നിറമങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അതിന് ഈ മന്ത്രിയെ വെച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മന്ത്രി രാജിവെക്കുകയോ മന്ത്രിയെ പുറത്താക്കാനോ തയ്യാറാകാതെ മുന്നോട്ട് പോകേണ്ട. ഞങ്ങളേതായാലും പ്രതിപക്ഷ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 8-ാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രികളുടെ മുമ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിലും ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ഞങ്ങൾ ധർണ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ അറിയിക്കട്ടെ. അതെ, കാരണം ദൃശ്യങ്ങൾ പകർത്തിയാൽ ജനങ്ങൾ അറിയില്ലേ? മന്ത്രിമാർ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് ബോധ്യപ്പെടില്ലേ? അതുകൊണ്ടാണ് മാധ്യമങ്ങളെ പോലും തമസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നത്. എന്നോട് 1-2 പേർ അവിടുന്ന് വിളിച്ചിരുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാൻ കഴിയുന്നില്ല, സ്പോട്ടിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങളെ അവിടെ തടയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താവശ്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നത്? മാധ്യമപ്രവർത്തകരല്ലേ സത്യം ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതയുള്ളവർ. അപ്പോൾ സത്യത്തെ മൂടി വെക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇന്നലെ ബിന്ദു മരിച്ച സമയത്ത് കുറേ പ്രതിഷേധങ്ങളും കുറേ വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. പ്രതിപക്ഷം എന്തുകൊണ്ട് സമരങ്ങൾ ചെയ്യുന്നില്ല? ഇപ്പോൾ കാസർഗോഡ് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് ഒരുപാട് തവണ, അപ്പോൾ 3 തവണ ഈ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ആശുപത്രി. UDF എന്ത് ചെയ്തു എന്ന് വലിയ ചോദ്യമാണ്. അതൊന്നും ചെയ്തിട്ടില്ല. കാസർഗോഡ് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ അവിടുത്തെ MLA നെല്ലിക്കുന്ന് എത്രയോ തവണ നിയമസഭയിൽ പല രീതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഞങ്ങളെല്ലാവരും ഈ ആശുപത്രി UDF ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയ ഉമ്മൻചാണ്ടി കല്ലിട്ടതാണ്. 10 വർഷമാകുന്നു. ഇത്രയും ഗുരുതരമായ അനാസ്ഥ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ലേ? നമ്മൾ സമരം ചെയ്യാത്തതുകൊണ്ടൊന്നുമല്ല, സമരങ്ങളോട് ഈ ഗവൺമെൻറ് പുച്ഛമാണ്. വയനാട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് കളയും, കൽപ്പറ്റയിലേക്ക്. ഇതാണ് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി. എല്ലാ മെഡിക്കൽ കോളേജിലെയും എല്ലാ സ്ഥിതി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത്. കോടികളുടെ അഴിമതികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ കാലാവധി കഴിഞ്ഞ് മരുന്ന് വാങ്ങിയ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ആ മരുന്ന് കഴിച്ച പാവങ്ങൾ എത്ര പേര് മരിച്ചു കാണും? അപ്പോൾ ഇത്രയും വലിയ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും കണ്ടിട്ടും ഒന്നും ചെയ്യണ്ട എന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷാമം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വിഷയത്തിലാണ്. ഇപ്പോൾ ഏകദേശം 100-നടുത്ത് ഡോക്ടർമാരുടെ ഒഴിവ് ജില്ലയിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പരിശോധന നടത്തിയപ്പോൾ പോലും മറ്റ് ജില്ലകളിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്താണ് ഇവിടെ നിരത്തി നിർത്തിയത്. അത് ഇൻസ്പെക്ഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാനായി സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് PSC വഴി നിയമനം നടത്തുന്നു, അതും ഉണ്ടാകുന്നില്ല. വരുന്ന ഡോക്ടർമാർ പിന്നീട് ഇവിടെ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി അവർ അവധി എടുത്തു പോകുന്നു. അപ്പോൾ അതിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇനി ഉണ്ടാക്കാൻ കഴിയുക? പ്രതിഷേധം ചെയ്യുന്നത് മാത്രമല്ല, അതിന് വേണ്ടത് ലോക്കലായിട്ടുള്ള NHM-ലൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കാസർഗോഡ് നിവാസികളായ ആളുകളെ അവർക്കിവിടെ ജോലിക്കുള്ള അവസരങ്ങൾ കൊടുക്കാൻ NHM-ലൂടെയൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ കഴിയണം. ഇപ്പം ചില ആളുകൾ ജൂനിയർ ഡോക്ടേഴ്സ് അത് കഴിഞ്ഞ് ചിലപ്പോൾ MD പഠിക്കാനൊക്കെ വേണ്ടി പോകും. അത് നമ്മൾ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടത്തും. NHM-ന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഒരു കടപ്പുറത്താണെങ്കിൽ ഡോക്ടർമാർ വരത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ NHM-ലൂടെ ആ കടപ്പുറത്തുള്ള ഒരു കുട്ടിക്ക് തന്നെ ജോലി കൊടുത്ത് ഇപ്പോൾ വളരെ സ്മൂത്താണ്. ആ നിലയിൽ അത് കണ്ടെത്തുകയാണ് വേണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ ഇപ്പോഴും മന്ത്രിമാർ അടക്കം പറയുന്നത് 2013 ഇതിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട എന്തുകൊണ്ട് UDF ഇതിന് യാതൊരു നടപടിയെടുത്തില്ല? അത് LDF ഭരണം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിരോധമാണ് ഇപ്പോഴും അവർ ഉയർത്തുന്നത്. അല്ലെ, LDF ഗവൺമെൻറ് വന്നുകൊണ്ടാണല്ലോ ഇത് താഴെ പോയത്. സർക്കാർ ഈ കെട്ടിടം താഴെ പോയതുപോലെ തന്നെ സർക്കാരും താഴെ പോകും, ഒരു സംശയവും വേണ്ട.
എടാ 10 വർഷം മുമ്പ് നടന്ന കാര്യം എപ്പോഴും നാണമില്ലേ അവർക്ക് പറയാൻ? ഇവർ പിന്നെ നീ 10 വർഷം മുമ്പ് കേരളം ഭരിച്ചത്? താഴ്വീറായ വീഴാൻ പോകുന്ന കെട്ടിടങ്ങളൊന്നും പൊളിച്ചു മാറ്റാതെ ജനങ്ങളുടെ തലയിൽ ഇതൊക്കെ വീണ് ചാവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുകയാണ്. 2013 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇരുന്ന കാലത്ത് നടത്തിയ ഇതാണോ ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞു വീണത്? വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയുകയാണ്. ഉത്തരവാദിത്തം വെക്കണം. ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ മന്ത്രി രാജിവെക്കണം. അതല്ലേ വേണ്ടേ? അങ്ങനെയുള്ള ചരിത്രം കേരളത്തിലുണ്ടല്ലോ. ഇതൊന്നല്ലല്ലോ, ഒരു ഡോക്ടർ തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് അല്ലേ, ഡോക്ടർ ഹാരിസ്, അദ്ദേഹമാണല്ലോ ഇത് ആദ്യം വിശദമായി പറയുന്നത്. ഈ ഡോക്ടർ ഹാരിസ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടാൻ, അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുക്കാൻ മന്ത്രിമാർ മത്സരിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഹാരിസ് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ 12 മണിക്കൂറോ 15 മണിക്കൂറോ ലിഫ്റ്റ് കുടുങ്ങിക്കണം. ഇതൊക്കെയാണ് സ്ഥിതി. ഇതൊന്നും നോക്കാൻ ആളില്ല, പരിശോധിക്കാൻ ആളില്ല. മന്ത്രി പറയുന്നത് എന്താ? സിസ്റ്റമിക് ഫെയിലുവറാണ്. സിസ്റ്റത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മന്ത്രിക്കല്ലേ? ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നല്ലേ? നമ്മൾ ഭരിക്കുന്ന വകുപ്പിലെ സിസ്റ്റം ശരിയല്ലെങ്കിൽ സിസ്റ്റത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ആ മന്ത്രിക്കാണുള്ളത്. അപ്പം അതൊന്നും ചെയ്യാതിരുന്നിട്ട് 2013 ഭരിച്ച ഗവൺമെൻറ് തലയിലോട്ട് വെക്കുകയാണ്. ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. അതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്.